ഏപ്രിൽ മാസം 15-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി നിത്യവും പ്രത്യാശയും നൽകുന്ന ദൈവവചനവുമായി രക്ഷിക്കുന്ന ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ് ഓരോ ബുധനാഴ്ചയും ദൈവം നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എഴുതിയിരിക്കുന്ന വേദഭാഗം അപ്പസ്തലനായ പത്രോസ് വീണ്ടും ജനിച്ച വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം ഇവയിൽ ഭാഗഭാക്കുകളായവർക്ക്, സുവിശേഷം കേട്ട് വീണ്ടും ജനിച്ചവർക്ക് എഴുതിയിരിക്കുന്ന അപ്പസ്തലനായ പത്രോസിൻ്റെ ഒന്നാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സമയം ലഭിക്കുമെങ്കിൽ മൊത്തം അധ്യായം നമുക്ക് അല്പമായിട്ടൊന്ന് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കേണ്ടത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വരാനുള്ള കൃപ അത് ദൈവം മുന്നമേ നിശ്ചയിച്ചതും അറിഞ്ഞതും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതുമാണല്ലോ. ആ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. അപ്പോൾ നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കാം. അത് മനസ്സിലാക്കാൻ തക്കവണ്ണമാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ ഇങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞ് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് 1 പത്രോസ് എഴുതിയ ലേഖനത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വരാനുള്ള കൃപ, ആ കൃപയെ സംബന്ധിച്ച് പറയുന്നത് രക്ഷയെക്കുറിച്ചുള്ള ഒരു ദൂതാണത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞു. അപ്പോൾ കൃപയും രക്ഷയും വളരെ തുല്യമായ രീതിയിൽ അവിടെ പരിഗണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് അല്പമായി പരിഗണിക്കാൻ പോകുന്ന ദൈവവചനം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇപ്പോഴും നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് എന്നൊരു പഠന രീതി, വാട്ട് ഈസ് നോൺ ടു ദി അൺനോൺ. നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വരുന്ന പലതിൽ നിന്നും അല്പം കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാം എന്നുള്ളതാണ് എൻ്റെ ഉപദേശങ്ങളുടെ പഠനത്തിൻ്റെ ഒരു രീതി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം കഴിഞ്ഞു, പുനരുത്ഥാനം, ക്രൂശുമരണം അടക്കം പുനരുത്ഥാനം. അതിന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അവരുടെ മുന്നേ വെച്ച് സ്വർഗാരോഹണം ചെയ്തു. ദൂതന്മാർ പറഞ്ഞു സ്വർഗത്തിലേക്ക് അടക്കപ്പെട്ടു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പുതിയ പുനരുത്ഥാന ശരീരമുള്ളവനായി
സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇന്ന് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പിതാവും പുത്രനും അയച്ചു. അങ്ങനെ 50-ാം ദിവസം എന്ന് വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം 40 നാളോളം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയമില്ലാത്ത രീതിയിൽ പ്രത്യക്ഷമായ തെളിവുകൾ നൽകി അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർക്ക് അവൻ ബോധ്യം നൽകി. അതിനുശേഷം 10-ാം നാൾ, അതാണ് 50-ാം ദിവസം, അന്ന് പെന്തക്കോസ്ത് പെരുന്നാളാണ്, അവരുടെ ഉത്സവമാണ് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അത് 50-ാം ദിവസത്തെ കുറിക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ച ഒരു ദിവസമാണ്. അന്ന് പരിശുദ്ധാത്മാവിനെ പിതാവും പുത്രനും അയച്ചു. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞു, അവരെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ പെന്തക്കോസ്ത് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോസ്തലന്മാർ വാക്ക് കേട്ടവർ എന്ത് ചെയ്തു? അതാണ് നമ്മൾ വാട്ട് ആഫ്റ്റർ ഈസ്റ്റർ, പുനരുദ്ധാനത്തിന് ശേഷം നമ്മുടെ ജീവിതം എന്താണ്? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ നിത്യമായ ആലോചനകൾ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഹീസ് ഫോർനോൺ ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നത്. അത് ഈ 1-ാമത്തെ 20-ാം വാക്യത്തിൽ അവൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അവൻ യേശു ക്രിസ്തു ലോകസ്ഥാപന മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. അപ്പം ഇങ്ങനെയുള്ള ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്താൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ച്, ആ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ അവരെല്ലാം നിറഞ്ഞ് അവരിൽ വസിച്ച് അവരെ നടത്തി, അവർക്ക് ഉപദേശങ്ങളെ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട്, വെളിപ്പാടിനാൽ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി. അങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ അടിസ്ഥാനം ദൈവം ഇട്ടത്. എന്നാൽ ഈ അടിസ്ഥാനത്തിന്മേൽ നാം പണിയപ്പെടണമെങ്കിൽ ഈ ദൈവിക ആലോചന, ഈ ദൈവിക സന്ദേശം, സുവിശേഷം നാം ഗ്രഹിക്കണമെങ്കിൽ അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാർ ഉപദേശം വിശ്വസിക്കുന്നവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം. അത് വിശ്വസിച്ച്, അത് ഗ്രഹിച്ച് നാം നമ്മുടെ ക്രൈസ്തവ ജീവിതം തുടങ്ങുക അത്യാവശ്യമാണ്. അങ്ങനെയാണ് ക്രൈസ്തവ ജീവിതം തുടങ്ങേണ്ടത്. അതാണ് ഇന്ന് നമ്മൾ അല്പമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിലാൽ സ്നാനമേറ്റവർ അപ്പോസ്തലന്മാർ അവരുടെ ഉപദേശം കേട്ടു, അവരുടെ ഉപദേശം അവർ കൈക്കൊണ്ടു, കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം കേൾക്കുകയും കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് പോകുന്നു. ഇങ്ങനെയാണ് സഭയുടെ ആരംഭം. എന്നാൽ ആദിമസഭ തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായ ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാത്തതുകൊണ്ട് അവരുടെ ആ രീതിയിൽ അന്നത്തെ ദേവാലയത്തിൻ്റെ ആ പരിസരങ്ങളിലാണ്, ദേവാലയത്തിൽ ആണ് അവർ കൂടി വന്നത്. അവിടെയാണ് അവരുടെ അപ്പം നുറുക്ക് ശുശ്രൂഷ ചെയ്തത്. ഒരു കൂട്ടായ്മയും അവരുടെ പ്രാർത്ഥനയൊക്കെ നടത്തിയത്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈനംദിനം അത് ഒരു വീടുകളിൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവരുടെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നാം ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതം ഇപ്രകാരം ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. അതിന് മുന്നോടിയായിട്ട് ദൈവം ഏകദേശം 4000 വർഷത്തെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് യേശു ജനിച്ചു. ഏകദേശം 33.5 വർഷം, അതിൽ 3 വർഷം പരസ്യ ശുശ്രൂഷയിലാണ് അത്ഭുതങ്ങളാൽ അടയാളങ്ങളിൽ മശിഹായി എന്നവൻ ഉറപ്പിച്ചു. അവൻ ഉപദേശിച്ചു. എന്നാൽ താൻ തന്നിലേക്ക് വന്നു, യഹൂദന്മാരിലേക്ക് വന്നു. അവരവന്
നിഷേധിച്ചു, അവനെ കൈക്കൊണ്ടില്ല. അതുമാത്രമല്ല, അവനെ ക്രൂശിക്കാനിടയായി തീർന്നു. തുടർന്ന് സംഭവിച്ചു, അവൻ മരിച്ചു, കുരിശിന്മേൽ ക്രൂശീകരിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്തു. അവർക്ക് പ്രത്യക്ഷനായി. അവൻ അവരുടെ മുമ്പാകെ സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇങ്ങനെയാണ്, ഇതാണ് നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അതിൻ്റെ ആരംഭം ഈ സുവിശേഷം എന്ന മർമ്മപ്രധാനമായ സ്വർഗീയ വിളിയുടെ അടിസ്ഥാനത്തിലാണ്. അത് വിശ്വസിക്കുമ്പോഴാണ് ഇത് നാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുമ്പോൾ അത് സ്പഷ്ടമാണ്. പലപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തെറ്റുകൾ പറ്റാം, എന്നാൽ ദൈവവചനത്തിന് തെറ്റില്ല. അതിൻ്റെ പരിഭാഷയിലുള്ള പരിമിതികളുണ്ട്, അത് വാസ്തവമാണെങ്കിലും ഇത് ദൈവവചനം, അത് സത്യമാണ്. ഇവിടെ ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്താൽ, നിത്യവചനത്താലാണ്, ജീവിപ്പിക്കുന്ന വചനത്താലാണ് നാം വീണ്ടും ജനിക്കുന്നത്. അത് സുവിശേഷം എന്ന വാർത്ത കേട്ടിട്ടാണ്. ഇതൊക്കെ ഈ ഭാഗങ്ങളിൽ അപ്പസ്തലനായ പത്രോസ് എഴുതിയ, പരിശുദ്ധാത്മാവിൽ എഴുതിയ ലേഖനമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേദഭാഗം വായിച്ചത്. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 12-ാം വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. എന്തോന്നാണ് ഇത് എന്ന് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു തിരുവചനപ്രകാരം കഷ്ടം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. പുനരുദ്ധാനം ചെയ്ത് മഹത്വത്തിലേക്ക് കടന്നു. സഫറിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഗ്ലോറീസ് വിച്ച് ഫോളോഡ്. ഇതാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ വെളിപ്പെടുത്തി. അവർ ആരാഞ്ഞു ഇത് എന്താണ്, എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ. അത് അവർക്ക് വേണ്ടി അല്ല, ഇത് യഹൂദൻ്റെ ആ കാലത്ത് വേണ്ടിയുള്ളതല്ല, ഇത് വേറെ ആർക്കോ വേണ്ടിയുള്ള വിധത്തിൽ. വാസ്തവത്തിൽ അത് എല്ലാവരുടെയും രക്ഷകനാണ്. എല്ലാവർക്കുള്ള ഒരേ ദൈവം, ഒരേ രക്ഷകൻ എന്നുള്ള ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ആരംഭം, ഒരു സഭയുടെ ആരംഭം ദൈവം മുൻകണ്ട് അത് അപ്പോസ്തലന്മാരുടെ പരിശുദ്ധ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പം ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രബോധനം അപ്പോസ്തലന്മാരുടെ പ്രബോധനം ലഭിച്ചവർ സഭയോട് ചേർന്നു, അപ്പോസ്തലന്മാരോട് ചേർന്നു, അവർ ഉപദേശം കൈക്കൊണ്ടു. അവരുടെ ക്രൈസ്തവ ജീവിതം, സഭാ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ പറയുന്നത് പോലെ, ഇതിൻ്റെ അവസാന ചില ഭാഗത്ത്, 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പോലെ, ഇതിൻ്റെ ഒരു നടപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പഴയ രീതികളെ വിട്ട്, അത് 20 വാക്യമാണ് ഞാൻ നോക്കിക്കൊള്ളട്ടെ. കൊണ്ടാണ് ദൈവം ഇവിടെ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് 14-ാം വാക്യത്തിൽ, 1-ാം അധ്യായത്തിൽ 14-ാം വാക്യം, പണ്ട് നിങ്ങളുടെ അജ്ഞാത കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച പരിശുദ്ധനോ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിനും വിശുദ്ധരാകുവിൻ. ഇസി അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മുടെ പാരമ്പര്യമല്ല ചെയ്യുന്ന കാര്യങ്ങളിങ്ങനെ ജാതികളെ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജൽപ്പനം, ഒരേ കാര്യം. ആരോ എഴുതി തന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, ആരോ പറഞ്ഞു തന്ന ആചാരങ്ങൾ, കുദാശകൾ ചെയ്യുക. ഇതൊന്നും ദൈവവചനപ്രകാരം അത് ഗുണകരമല്ല എന്ന് മാത്രമല്ല, അത് ദൈവസന്നിധിയിൽ അത് ശിക്ഷാർഹമാണ്. ഇത് ഞാൻ ധൈര്യത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ട് യാതൊരു ഫലവും കിട്ടുന്നില്ല. മറിച്ച് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ
വചനത്തെ ആയിരിക്കണമെന്നുള്ളത്. അപ്പോൾ ക്രൈസ്തവ ജീവിതം നമുക്ക് എന്നെ അടിസ്ഥാനമിട്ട് തന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകിയിരിക്കുകയാണ്, സുവിശേഷം നൽകിയിരിക്കുകയാണ്. അതിൽ വിശ്വസിച്ച് നാം പുതിയതായിട്ട് വീണ്ടും ജനിച്ച ദൈവമക്കളായിട്ട് ആരംഭിക്കണം, തുടരണം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. ഇത് തീർച്ചയായും മാനസാന്തരത്തിൻ്റെ ഉപദേശമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവം തൻ്റെ വചനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മാനസാന്തരപ്പെട്ട് വിശേഷിക്കുക എന്നുള്ളതാണ്. ഒരു മനസ്സിൻ്റെ അന്തരം. നമ്മൾ ഇന്ന് വരെയുള്ള നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ദൈവഭക്തിയും എന്തൊക്കെയോ നമ്മളിലുണ്ട്, അതിൽ നിന്ന് മാനസാന്തരം വന്ന് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ദൈവത്തിന് ക്രിസ്തുവിലേക്കും അവൻ്റെ അനുഗ്രഹങ്ങളിലേക്കും അവൻ്റെ കൃപയിലേക്കും രക്ഷയിലേക്കും നമുക്ക് കടക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ട് വിശ്വസിച്ച് സ്നാനം ഏറ്റ് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും നമുക്ക് തുടരാം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത്. അപ്പം ഇങ്ങനെ ആരംഭിച്ച അത് തുടർന്ന സഭ അംഗങ്ങൾക്ക് അവരെക്കുറിച്ച് പറയുന്നവർ വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവുള്ളവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, പ്രത്യാശയുള്ളവരാണ്, ദൈവവചനത്തിൽ പോഷിക്കപ്പെട്ടവരാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അവർക്ക് വേണ്ടി പത്രോസ് അപ്പസ്തോലൻ ഒരു ലേഖനം എഴുതുകയാണ്. നമുക്കറിയാം, ദൈവം 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ പത്രോസ് അപ്പസ്തോലനെയാണ് യഹൂദന്മാർക്ക് വേണ്ടി അവൻ നിയോഗിച്ചത്. എന്നാൽ ജാതികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകാരം ദൈവം എബ്രാഹിമിനെയും അവൻ്റെ ഭാര്യയെയും അവനിലൂടെ ഐസക്കിൻ്റെ 12 ഗോത്രങ്ങളെയും ഇസ്രായേൽ ജനതയെയും അവർ കൊടുത്ത എല്ലാം ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നാം പറയും ഈ യഹൂദനെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം ജാതികളാണ്. വി ആർ നേഷൻസ്, വി ആർ എത്നോസ് എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു തീർച്ചയായിട്ടും മോശമായ വാക്കല്ല. നമ്മൾ ജാതികൾ എന്ന ഒരു കൂടെ ആദാമിൻ്റെ എല്ലാ മക്കളും ജാതികളാണ്. എന്നാൽ അതിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്ത്, ഒരു ദമ്പതികളെ തിരഞ്ഞെടുത്ത്, ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്ത് ഒരു രാഷ്ട്രമാക്കി അതിലൂടെ തന്നെ അവൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ യഹൂദനും ജാതികളും. അപ്പോൾ ഈ ജാതികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ച അപ്പസ്തോലനാണ് പൗലോസ്. വേദോസിലുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ലേഖനം എഴുതുമ്പോൾ നമ്മളിത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സഭാ ചരിത്രം നമ്മൾ അപ്പസ്തോലപരങ്ങൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് അന്ന് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ച് തൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട 3000 പേര് മൊത്തം യഹൂദന്മാരായിരുന്നു. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകദേശം അല്പ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് ജാതിയിൽ നിന്ന് പത്രോസ് അപ്പസ്തോലൻ വഴി തന്നെ ദൈവം കൊർന്നേലിയസ് എന്ന ജാതിയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തെയും സുവിശേഷം അറിയിച്ച് അവർ രക്ഷിക്കപ്പെട്ട് അവർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അങ്ങനെ യഹൂദനും ജാതികളും ഉള്ള ഒരു സഭയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭ. ആ സഭയ്ക്കാണ് പത്രോസ് അപ്പസ്തോലൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഈ ലേഖനം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതുകൊണ്ട് ദൈവത്തിൻ്റെ നമ്മളെ സംബന്ധിച്ച ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ കണ്ട ആ പദ്ധതി അത് ഏകദേശം 4000 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 4000 വർഷത്തിൻ്റെ അത് എടുത്തതിന് ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്നത്. അതിൽ 33 വർഷം പിന്നെ ജീവിച്ചു. അതിൽ 3 വർഷം പരസ്യ ശുശ്രൂഷ. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് 50-ാം നാൾ പരിശുദ്ധാത്മാവിനെ അയച്ച് പെന്തക്കോസ്ത് നാൾ മുതൽ ഒരു പുതിയ സംരംഭം തുടങ്ങിയ. എന്തുകൊണ്ടാണ് പുതിയതെന്ന് പറയുന്ന കാരണം ഇവിടെ അപ്പസ്തോലൻ ഈ പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് അപ്പസ്തോലൻ അത് പറയുമ്പോൾ ഇപ്രകാരം പറയും. അവരെന്ത് ചെയ്തു? ഈ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും പുനരുത്ഥാനവും
പുനരുദ്ധാനത്തിന് ശേഷമുള്ള മഹിമയും എല്ലാം അവർ എന്നെക്കുറിച്ച് അന്വേഷിച്ചു, ആരാഞ്ഞു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അന്വേഷിച്ചു, അതും വളരെ കെയർഫുള്ളി സെർച്ച്. അപ്പോൾ അവർക്ക് ബോധ്യമായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ്, അവരിൽ എന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരുടെ ഉള്ളിലുള്ള ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് പ്രവചനം ആരാഞ്ഞു നോക്കി. അവർക്ക് അന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. ഇവിടെ ദൈവവചനത്തിൻ്റെ അപ്പസ്തോലന്മാർ വഴി നമുക്ക് ലഭിച്ച, പ്രവാചകന്മാർ നമ്മൾ ലഭിച്ച ദൈവിക വെളിപ്പാടുകളുടെ പ്രാധാന്യം, അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സത്ത, അതാണ് നമ്മുടെ അധികാരം, അവിടെയാണ് നമ്മുടെ രക്ഷയും കൃപയും നമ്മുടെ നിത്യമായ കാര്യങ്ങളും സ്വർഗവും നരകവും എല്ലാം അതിനകത്താണ് വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നാം തിരിച്ചു വന്നേ മതിയാവും. ഓരോ സഭകളുടെ നേതാക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപദേശങ്ങൾ അവർ സ്വീകരിച്ച് അതിനുവേണ്ടി ദൈവത്തിൻ്റെ കോട്ടി അവർ മുന്നോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും അബദ്ധത്തിലേക്ക് കടക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് അത് വായിച്ച് ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം. അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. തങ്ങൾക്കായിട്ടല്ല, ഈ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട വചനം അവർ പരിശോധിച്ചപ്പോൾ അത് തങ്ങൾക്കായിട്ടല്ല, പ്രവാചകന്മാർക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ള രാശി ഇവിടെ ഉണ്ട്. നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ എന്ന് പറയുന്ന പ്രവാചകന്മാർ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ അയച്ച പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. നമ്മൾ സുവിശേഷം അറിയിച്ചവരാരാ? പെന്തക്കോസ്ത് നാളിൽ നമ്മളെ അറിയിച്ചത് പത്രോസ് അപ്പസ്തോലനാണ്. അന്ന് 12 അപ്പസ്തോലന്മാരും അന്ന് പ്രസംഗിച്ചു, വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എന്നാൽ അതിൻ്റെ സത്ത, അതിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നോക്കൊണ്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു വായിക്കുമ്പോൾ ഈ അപ്പസ്തോലന്മാരാണ് നമ്മളിത് ഗ്രഹിപ്പിച്ചത്. നാം അത് ഗ്രഹിക്കുന്നുവോ, അറിയുന്നുവോ, ഗ്രഹിക്കുന്നുവോ, അത് വിശ്വസിക്കുന്നുവോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അപ്പസ്തോലനായ പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ തുടരണം, അതിൻ്റെ അടിസ്ഥാനം എന്ത്? അപ്പസ്തോല പ്രവൃത്തിയുടെ അടിസ്ഥാനമാണത്. എന്നാൽ നമ്മൾ തുടരേണ്ട ആവശ്യം. അതുകൊണ്ടാണ് ലേഖനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ. അതിൻ്റെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊള്ളേണ്ടത് മാത്രമാണ്, വേറെ ആരുടെ അല്ല. വേറെ അപ്പസ്തോലന്മാരില്ല ഇന്ന്. ഉണ്ടെങ്കിൽ തന്നെ അവരുണ്ടെങ്കിൽ കള്ള അപ്പസ്തോലന്മാരാണ്, വ്യാജ അപ്പസ്തോലന്മാരാണ്. 12 അപ്പസ്തോലന്മാർ മാത്രമേ ഉള്ളൂ. അതിന് തെളിവെന്താണ്? നിത്യതയിൽ പുതിയ ജെറുസലേമിൽ അവിടെ 12 തൂണുകളുണ്ട്. അതിന് 12 അപ്പസ്തോലന്മാർ വേറെ ഉള്ളൂ, 13 ആളില്ല. അപ്പം അതുകൊണ്ട് ഈ അപ്പസ്തോലനായ പൗലോസ് 1-ാം വാക്യം, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നതാണ് അഖിലേത്യയിൽ. അവർ ആർക്കാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൂടെ, അതുകൊണ്ട് ആർക്കാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന് ഞാൻ കണ്ടെത്തിയ ഒരു എളുപ്പമാർഗം, പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷീകരിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ്. എന്നാൽ പൗലോസോ ജാതികളിലെ അപ്പസ്തോലനാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് ഒരു അപ്പസ്തോലനെ നൽകി എന്നുള്ളതും പ്രധാനപ്പെട്ട. എന്നാൽ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രമാണമായിരുന്നു ഫസ്റ്റ് ദി ജ്യൂസ്, ആദ്യം യഹൂദന് പിന്നെ ജാതികൾക്ക്. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. കാരണം ദൈവം തിരഞ്ഞെടുത്ത ജാതി എന്നുള്ള നിലയിൽ യഹൂദന് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകാരമാണ്. അവരുടെ കയ്യിലിരിപ്പ് പോലെ അനുസരണമോ ഒന്നും അല്ല, അവരുടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. എനിവേ നമ്മൾ അങ്ങനെ പത്രോസിൻ്റെ ലേഖനം വായിക്കും 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അത് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ എന്നുള്ളത് വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ 2-ാം വാക്യത്തിൽ ലേഖനം ലഭിച്ചവരുടെ യോഗ്യതകൾ എഴുതിയിരിക്കുകയാണ്. 2-ാം വാക്യത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച്
അനുസരണം കാണിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ രക്ത തളിക്കപ്പെട്ടവരുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് അവരെക്കുറിച്ചുള്ള യോഗ്യതകളാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാസ്തവമായിട്ട് ഈ അപ്പസ്തോലന്മാരുടെ ഉപദേശം സുവിശേഷം കൈക്കൊണ്ടവരും വിശ്വസിച്ചവരും തന്നെയായിരുന്നു. അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അത് തീർച്ചയായിട്ടും വെളിപ്പാടിനാൽ ആണ് അവരെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ആ സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അവർ ഈ പത്രോസ് അപ്പസ്തോലന് വെളിവായി വന്നത്. അങ്ങനെ എന്നാൽ മൂന്നാം വാക്യത്തിലേക്ക് 3-5 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ അവസ്ഥയിൽ, അവരുടെ യോഗ്യതകളിൽ, അവരെ സംബന്ധിച്ച അവരുടെ സ്റ്റാറ്റസ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലം വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മലിനം എന്നിവ, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ പാസീവ് ആക്ഷനാണ്. നാം സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് എന്നെ തന്നെ വീണ്ടും ജനിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് നമ്മളത് വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ വീണ്ടും ജനിക്കുക എന്നുള്ളത്. അത് എന്തിനു വേണ്ടി വീണ്ടും ജനിപ്പിച്ചു? 2 അവരെക്കുറിച്ച് പറയുന്നത് അവിടെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്, നോട്ട് മരിച്ച ഡെഡ് ഹോപ്പല്ല, ജീവനുള്ള പ്രത്യാശ. 2-മതായിട്ട് നിത്യമായ വാട്ടവും കോട്ടവുമില്ലാത്ത അവകാശത്തിനായിട്ട് നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പത്രോസ് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ ചില കാര്യങ്ങൾ അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായിട്ട് പറയാനും കഴിയും. അതുപോലെ 3-5 വാക്യങ്ങളിൽ ജീവനുള്ള പ്രത്യാശ, സ്വർഗത്തിലെ അവകാശം, അതിനുവേണ്ടി അവരെ വീണ്ടും ജനിപ്പിച്ചു. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ആത്മരക്ഷ, അതിൻ്റെ സന്തോഷത്തോടെ ആനന്ദിക്കുന്നവരായിത്തീർന്നു. എന്നാൽ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോഴും തിരുവചന ചരിത്രവും സെക്യുലർ ചരിത്രവും നോക്കുമ്പോൾ ഇങ്ങനെ ദൈവങ്ങളുടെ അടിസ്ഥാനം മേൽ പണിയപ്പെട്ട് ആ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ച, അതിൽ വിശ്വസിച്ചവർക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങളിലൂടെ കടന്ന് പോകേണ്ടി വന്നു. അവർക്ക് കഷ്ടപ്പാടുകൾക്ക് മുകളിൽ കഷ്ടപ്പാടുകൾ വന്നു. യഹൂദന്മാരിൽ നിന്ന്, റോമാ സാമ്രാജ്യത്തിൽ നിന്ന്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ ജീവനുള്ള പ്രത്യാശ ലഭിച്ച, വീണ്ടും ജനിച്ച അവരൊക്കെ സംബന്ധിച്ച് പറയുന്നവർക്ക് ആത്മരക്ഷ മാത്രമല്ല, അവർ സന്തോഷത്തോടെ ആനന്ദം ഉള്ളവരായിരുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഞാനത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ 6-ാം വാക്യം തൊട്ട്, അതിലിപ്പോൾ നിങ്ങൾ അല്പനേരം നാനാ പരീക്ഷകളെ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ അങ്ങനെ ഇടവരും. അവരെക്കുറിച്ച് പറയുന്നത്, ഈ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഒരു വിശ്വാസത്തിൻ്റെ പരിശോധന നടക്കേണ്ടത്. ഇന്ന് തീർച്ചയായിട്ടും നമ്മളൊരു പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോവുകയാണ്. ദുഷ്ടരാജ്യങ്ങളെ, അവർ നടത്തുന്ന ദുഷ്ടതയെ തടുക്കുന്ന ഒരു പ്രശ്നം ഇന്ന് ലോകത്തിൽ നിന്നാണ്. അത് തീർച്ചയായും ദൈവിക സന്നിധി നല്ല കാര്യമാണ്. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് സാധനങ്ങൾക്ക് വില കൂടിയിരിക്കുകയാണ്, പാചകവാതകങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ സമയത്താണ് സാക്ഷാൽ വിശ്വാസികൾക്ക് നമ്മുടെ സന്തോഷവും ആനന്ദവും കൂടേണ്ടത്. കാരണം ഈ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ഈ ലോകത്തിൽ ഇടപെടുമ്പോൾ, ദുഷ്ടക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു താൽക്കാലികമായ പ്രശ്നമാണ്. ജാതികളും യഹൂദനും സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ്, സാക്ഷാൽ രക്ഷകനായ മശീഹായ യഹൂദന്മാരുടെ മശീഹായ യേശുക്രിസ്തുവിലേക്ക് തിരിയേണ്ടത്, വിശ്വസിക്കേണ്ടത്
അതിലേക്കാണ് ഇത് നടന്നു പോകുന്നത്. അതുകൊണ്ട് ജാതികളെ സംബന്ധിച്ചും യഹൂദനെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടാണ് ഇന്ന് നടക്കുന്നതെന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ചു. പഴയ പ്രവാചകന്മാർ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം, പിൻവരുന്ന മഹിമ, പരിശുദ്ധന്മാരെ സുവിശേഷം ഗ്രഹിച്ചവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം വിശ്വാസികളുടെ പിന്നിൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം ചെയ്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് അവനെ തിരഞ്ഞെടുത്ത് അവനെ അയച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് കഷ്ടം സഹിച്ച് മരിച്ച് അവൻ മഹിമയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മഹിമയിലുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. കഷ്ടം സഹിച്ച് കഴിഞ്ഞു, ഇനി കഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. വൺസ് ഡൈഡ്, നോ മോർ ടു ഡൈ അഗെയിൻ. എന്നാൽ ഇന്ന് പല പാരമ്പര്യങ്ങളും അവൻ്റെ മരണത്തെ ഇപ്പോഴും അങ്ങനെ അതിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് മഹിമയിലേക്ക് കടന്നിരിക്കുകയാണ്, മഹത്തോട് വരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശാ വിഷയം. അങ്ങനെ നാം ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ക്രൈസ്തവ ജീവിതത്തിന് വേണ്ട ഒരുപാട് മുതൽക്കൂട്ടുകൾ, ഉപദേശങ്ങൾ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് അടുത്ത ആഴ്ചയെക്കുറിച്ച് തുടരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് പോലെ, അപ്പസ്തലനായ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, സുവിശേഷത്തിൻ്റെ ചരിത്രത്തിൽ അപ്പസ്തല പ്രവർത്തനത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ അടിസ്ഥാനമിട്ടിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ മഹത്വത്തിൽ വിശ്വസിച്ച് അവനെ പിൻപറ്റി അവൻ്റെ ഉപദേശങ്ങൾ, അപ്പസ്തോലിക ഉപദേശങ്ങൾ നമ്മൾ കൈക്കൊണ്ട് അതിൽ നിലനിന്ന ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു ക്രൈസ്തവ ജീവിതം ആരംഭിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവവചനത്താൽ, സുവിശേഷത്താൽ വീണ്ടും ജനിച്ചവരായി പ്രത്യാശയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം നടക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. ദൈവവചനം, ദൈവവചനത്തിലെ സുവിശേഷം, അതുവഴിയുള്ള വീണ്ടും ജനനം, അത് പ്രാപിച്ചവരായി നാം പ്രത്യാശയിലേക്ക് കടക്കണം. നിത്യമായ പ്രത്യാശയിലേക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കണമേ. കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. രക്ഷ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. അത് ആസ്വദിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആനന്ദവും സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച കാണാം, കേൾക്കാം, തുടരാം.